ഹായ് ഫ്രണ്ട്സ്, ഐ എം റഷീദ് അലി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. നമുക്ക് അവരടുത്ത് കൈറോയിലെ വിശേഷങ്ങൾ ചോദിക്കാം. ഹായ്, ഹനീൻ, ഹിബ, റഷ, ഫഹിമ. മെയിൻലി കൈറോ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ഒത്തിരി കൺട്രികളുണ്ട്, ഒത്തിരി യൂണിവേഴ്സിറ്റികളുണ്ട്. കൈറോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള കാരണമാണ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി. നല്ല വേൾഡ് വൈഡ് തന്നെ നല്ല എന്താ പറയുക റാങ്കിങ് ഒക്കെ ഉണ്ട്. ഈജിപ്തിലത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മളെ പേഷ്യൻ്റ് എൻകൗണ്ടർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ നല്ല എക്സ്പോഷർ ആണെന്ന് സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു. തേർഡ് ഇയർ തൊട്ടേ നമുക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്നുണ്ട്. പിന്നെ ലിവിങ് എക്സ്പെൻസ് കുറവാണ്, എല്ലാം നല്ല കുറവ്. പിന്നെ സേഫ്റ്റിന്റെ എന്താ പറയാ, ഇപ്പൊ വേറെ കൺട്രീസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എക്സാംസ് ഒക്കെ പറയുമ്പോൾ എക്സാം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ പാസ്സാക്കിയൊക്കെ വിടും. ഇവിടുന്ന് ഒരു ഡോക്ടർ പാസ്സായി അത് തരികിടൊന്നും നടക്കില്ല, പഠിക്കാൻ വേണം. ടീച്ചേഴ്സ് എങ്ങനെയാണ്, കോപ്പറേറ്റീവ് ആണോ? വാട്സപ്പിൽ ഗ്രൂപ്പൊക്കെ മെന്റർ വൈസിൽ ഇവിടെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ പോകുന്നുണ്ട്. ഒരു 10 കുട്ടികളും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഓരോ മെന്റേഴ്സ് അങ്ങനെ ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ പ്രശ്നമെങ്കിൽ ആ മെന്റേഴ്സിനോട് നമുക്ക് ഡൗട്ട്സ് ചോദിക്കാം, അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്തിനു വേണ്ടി. അതുപോലെ ഇവിടെ കോമൺ പബ്ലിക്സ് എങ്ങനെയാണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ താഴെ തന്നെ ഒരു പക്കാലൊക്കെ ഉണ്ട്, ഒരു സ്റ്റോർ. ആവശ്യമുള്ള സാധനങ്ങൾ വിളിച്ചു കൊണ്ടുവരും. എക്സാമിന്റെ ടൈമിലൊക്കെ ആണെങ്കിലും പുറത്തിറങ്ങി പോയി ടൈം വേസ്റ്റ്. പിന്നെ നമുക്ക് വേറെ ലോക്കൽസ് വെച്ചൊക്കെ ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാല് യൂണിവേഴ്സിറ്റി നല്ല ക്ലോസ് ആയിട്ടാണ്. വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. പോകുന്ന ബൈക്കാണെങ്കിലും ഇതാണെങ്കിലും നടക്കാനുള്ള ദൂരത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മള് പോയി വരുന്ന ടൈമിലൊക്കെ ലോക്കൽസിനെ വെച്ച് ഇങ്ങനെ കണ്ട് പോകുന്ന ടൈം ഓരോ ഇന്ററാക്ഷൻ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ക്ലാസ് ടൈമിംഗ് എങ്ങനെയാണ്? ക്ലാസ് ടൈമിങ് രാവിലെ 8 o'clock തൊട്ട് 8 മണി മുതൽ നോർമൽ ക്ലാസ് പറഞ്ഞാൽ ഒരു ഉച്ച വരെ, 1 മണി 2 വരെ ഉണ്ടാവും. അതിൽ വീക്ക്ലി ഒരു ദിവസം 2 ദിവസമൊക്കെ ആയിട്ട് ലാബ് ഉണ്ടാവും. അല്ലാത്ത ദിവസം ക്ലാസ്. പിന്നെ ചില ദിവസം ടൈം ടേബിൾ ഇങ്ങനെ മാറും. പക്ഷെ നമുക്കൊരു 3 months 4 months ടൈം ടേബിൾ മൊഡ്യൂൾ വൈസ് ആയിട്ട് ആദ്യം തരും. അപ്പൊ അതനുസരിച്ച് ഇങ്ങനെ നോക്കി ഫോളോ ചെയ്തു. അതുപോലെ ലൈബ്രറി ഒക്കെ എങ്ങനെയാണ്? ലൈബ്രറി ഒരു 2-3 ലൈബ്രറി ഉണ്ട്. അത് നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ഫ്രീ ആയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് പഠിക്കാം. അവിടെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ്. നല്ലോണം യൂട്ടിലൈസ് ചെയ്യാം. ലൈബ്രറി ഒക്കെ നല്ല യൂട്ടിലൈസ് ചെയ്യാം. എക്സാം ടൈമിലൊക്കെ അവിടെ പോയി ഇരുന്നിട്ട് നല്ലോണം നമുക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാം. ഇഷ്ടത്തിനനുസരിച്ച്. ലൈബ്രറി പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഓപ്പൺ ആവും. വൈകുന്നേരം 6 മണി വരെ ഓപ്പൺ ആയിരിക്കും. അതേ സമയത്ത് വേണമെങ്കിൽ പഠിക്കാം. സിസ്റ്റംസ് വൈഫൈ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ് അല്ലേ? പിന്നെ അതുപോലെ പിന്നെ താമസം, ഇപ്പോൾ നിങ്ങൾ താമസിക്കുക അപ്പാർട്ട്മെൻ്റ് ആണ്, യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ് അല്ലേ? അപ്പോൾ ഈ അക്കാഡമിക്സിൻ്റെ താമസത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ട്സും എഡ്യൂസോണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. റൂംസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റ് ആകേണ്ട പണിയുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. പിന്നെ ആദ്യം ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ കുറെ വർക്ക് അതിനും ഇവര് നമ്മളൊരാളെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരികയാണെങ്കിലും എഡ്യൂസോണെ റെഫർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? നിങ്ങൾ കുറെ ഇതായി വന്നതാണ്, അപ്പം ഇനി വരുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, സിമ്പിളായിട്ട് പാസ്സാവാന്നുള്ള കണ്ടീഷനിൽ ആരും വരണ്ട. അതെ, ആ സ്ട്രെസ്നെസ് ഇല്ല, പക്ഷെ പഠിക്കാം. പക്ഷെ മറ്റുള്ളവർ പറയുന്ന മാതിരി പുറത്തു പോയി അങ്ങനെ പിന്നെ തരികിടയിൽ ഡിഗ്രി വാങ്ങാന്ന് വിചാരിച്ചിട്ട് ആരും ഈജിപ്തിൽ വരണ്ട.
പറ്റും. ഇങ്ങനെ പറഞ്ഞിട്ട് വേറെ കൺട്രീസിലൊക്കെ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് സെറ്റിൽ ആക്കിയിട്ടൊക്കെ പക്ഷെ അതൊന്നും ഇവിടെ നടക്കില്ല, പഠിക്കന്നെ വേണം. അതൊക്കെ ശരിക്കും പ്രോപ്പർ ആയിട്ടാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ പിന്നെയും ചോദിക്കുകയാണ്, ആസ് എ പാരന്റ് എന്നുള്ള നിലക്ക് ഇപ്പോൾ ഗേൾസിന് പൊതുവേ ഉള്ളൊരു ഇതാണല്ലോ, പെൺകുട്ടികളെ പുറത്തയക്കാണ്, അതുപോലെ ഈജിപ്ത് പോലത്തെ കൺട്രികളിലേക്ക് അയക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടോ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഹറാസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല? ഇവിടെ കുറേ ഗേൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതലും ഗേൾസ് ആണ് അല്ലേ? ഞങ്ങളുടെ ബാച്ച് കൂടുതലും ഗേൾസ്. ഗേൾസ് ആണ്. ഇപ്പൊ 100 കുട്ടികളുടെ 75 ഗേൾസ് ആണ് അല്ലേ? നമ്മൾ ഒറ്റക്ക് തന്നെ ഇപ്പൊ ഇനി വേറെ ആരുമില്ലെങ്കിലും ഒറ്റക്ക് പോയി യൂണിവേഴ്സിറ്റി പോയി വരാം, പുറത്തു പോവാ. ഒരു രാത്രി പകലൊന്നും വ്യത്യാസമില്ല, എല്ലാവരും ഇവിടൊക്കെ ഒരു നൈറ്റ് സിറ്റി ആണ്. അപ്പൊ നൈറ്റ് സിറ്റിയാണ്. ഓക്കെ, എല്ലാ ടൈമിലും ഉണ്ട്. എപ്പോഴും ആളുണ്ടാവും. ഓക്കെ. പിന്നെ ഒറ്റക്ക് ഇനിയിപ്പോ ഏതൊരു കൺട്രിയാണ് ഉള്ളിലെ ഗല്ലി അങ്ങനത്തെ ഉള്ളത്തെ സ്ഥലത്തൊന്നും ഒറ്റക്ക് പോകാണ്ടിരുന്നാ മതി. അതെ അതെ, എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ആൾക്കാരും കാര്യങ്ങളും ഉണ്ട് അല്ലേ? മലയാളീസും ഉണ്ട്. ഓക്കെ ഓക്കെ, മലയാളീസ് ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അക്കാഡമിക്സ് നമ്മൾ പറഞ്ഞു, അതുപോലെ ഹോസ്റ്റൽ കാര്യങ്ങൾ പറഞ്ഞു. ഫുഡ് അതൊരു മെയിൻ കൺസേൺ ആണ്. ഫുഡ് നിങ്ങൾ സ്വന്തം പ്രിപ്പയർ ചെയ്യാണോ അതല്ല കുക്കിംഗ് ആണ്? മെസ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. എക്സാമ്പിളുള്ള മെസ്സ് യൂസ് ചെയ്ത് എല്ലാ സമയത്തും സ്വന്തം സെൽഫ് കുക്ക് ചെയ്യും. ഓക്കെ. വളരെ കുറഞ്ഞ എക്സ്പെൻസ് ആണ്. നിങ്ങൾക്ക് ഏകദേശം എത്ര വരുന്നുണ്ട് ഒരു മാസം? ഫുഡും അക്കോമഡേഷനും വൈഫൈ ഇതെല്ലാം കൂടെ 15,000 റുപ്യ നാട്ടിലത്തെ എല്ലാം അടക്കം മാക്സിമം. അപ്പോൾ 15,000 റുപ്യ ഉണ്ടെങ്കിൽ ഒരു മാസം ലാവിഷായിട്ട് ജീവിക്കാം. ഓക്കെ. അതുപോലെ ക്ലൈമറ്റ് എങ്ങനെയാണ്? തണുപ്പുള്ള സമയത്ത് കുറച്ച് തണുപ്പുണ്ട് അല്ലേ? സ്നോഫോൾ ഒന്നുമില്ല. 5 ഡിഗ്രി മൈനസിലേക്കൊന്നും വരാറില്ല. ഓക്കെ. പിന്നെ ചൂടുള്ള സമയത്ത് കുറച്ച് ചൂടുണ്ടാവും. നിങ്ങൾ വെക്കേഷനിൽ നാട്ടിൽ പോകും. ഓക്കെ. ക്ലൈമറ്റ് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു, ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് നന്ദി. ഓക്കെ, ബൈ.